നമ്മൾ ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇതുവരെ നമ്മൾ പാത്തോളജി ആണ് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് CPT പ്രൊസീജിയേഴ്സ് ആണ്. അതായത് ഹെമറ്റോളജി റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ നോക്കൂ, അഫിറസിസ്. എന്താണ് അഫിറസിസ് എന്ന് പറയുന്ന പ്രൊസീജിയർ? എ പ്രൊസീജിയർ ഇൻ വിച്ച് ബ്ലഡ് ഇസ് കളക്ടഡ്, പാർട്ട് ഓഫ് ദ ബ്ലഡ് സച്ച് എസ് പ്ലേറ്റ്ലെറ്റ്സ് ഓർ വൈറ്റ് ബ്ലഡ് സെൽസ് ഇസ് ടേക്കൺ ഔട്ട് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ബ്ലഡ് ഇസ് റിട്ടേൺ ടു ദ ഡോണർ. അതായത് ഇപ്പം ബ്ലഡിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിനെ മാത്രം, ഒന്നുകിൽ എന്തെങ്കിലും എക്സാമിനേഷന് വേണ്ടിയായിരിക്കാം, ആ ഒരു പാർട്ടിനെ മാത്രം എടുത്തിട്ട് ബാക്കി നമ്മൾ റിട്ടേൺ ടു ദ ഡോണർ, ആൻഡ് ദാറ്റ് പ്രൊസീജിയർ ഇസ് നോൺ ആസ് എഫിറസിസ്. അതായത് ഇവിടെ നോക്ക്, എ പ്രൊസീജിയർ ഇൻ വിച്ച് ബ്ലഡ് ഇസ് കളക്ടഡ്, പാർട്ട് ഓഫ് ദ ബ്ലഡ് സച്ച് എസ് പ്ലേറ്റ്ലെറ്റ്സ്, അല്ലെങ്കിൽ ഒന്നുകിൽ പ്ലേറ്റ്ലെറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഇസ് ടേക്കൺ ഔട്ട് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ബ്ലഡ് ഇസ് റിട്ടേൺ ടു ദ ഡോണർ, ദാറ്റ് ഈസ് കോൾഡ് എഫിറസിസ്. ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഈ പ്രൊസീജിയർ നമുക്ക് വളരെ കോമൺ ആണ്. സോ ഓൾ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് ഓർ സെൽസ് ആർ ടേക്കൺ ഫ്രം ഡോണർ ആൻഡ് ഇൻഫ്യൂസ്ഡ് ടു എ പേഷ്യന്റ്. അല്ലെ, എന്തെങ്കിലും സർജറി കഴിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് കഴിഞ്ഞോ അവർക്ക് ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഒത്തിരി ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എങ്ങനെയാ സേവ് ചെയ്യുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ എങ്ങനെയാ, ഏതൊക്കെയാ ഗ്രൂപ്പ്, അത് ആർക്കൊക്കെ കൊടുക്കാം, ഇതൊക്കെ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗിൽ പറഞ്ഞതാണ്. Okay, അപ്പോൾ blood transfusion means it's the all blood അല്ലെങ്കിൽ cells are taken from a donor and infused into a patient. That is blood transfusion. Next നോക്കൂ, bone marrow biopsy. ബയോപ്സി ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എന്തിനാണ്? ക്യാൻസർ എക്സാമിൻ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പൊ എവിടെന്നാ ഇവിടെ എടുക്കുന്നത്? ബോൺ മാരോ ബയോപ്സി. ഇറ്റ്സ് എ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് ദ കോർ ഓഫ് ബോൺ മാരോ റിമൂവ് വിത്ത് ദ നീഡിൽ. അപ്പൊ എന്തെങ്കിലും ബോൺ മാരോയിൽ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ബോൺ മാരോ ബയോപ്സി. അപ്പൊ ബോൺ മാരോ ഒക്കെ നമ്മൾ നോക്കിയത് എവിടെയാണ്? ബ്ലഡ് സെൽ ഫോം ചെയ്യുന്നത് ബോൺ മാരോയിലാണെന്ന് പറഞ്ഞു. അപ്പൊ ബോൺ മാരോ ബയോപ്സി മീൻസ് ഇറ്റ്സ് എ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് core of bone marrow removed with a needle. നെക്സ്റ്റ് നമ്മൾ ചില ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നോക്കുന്നതാണ് ക്ലോട്ടിംഗ് ടൈം. ക്ലോട്ടിംഗ് ടൈം എന്താണ്? ക്ലോട്ടിംഗ് ടൈം ഇസ് ദ ടൈം റിക്വയർഡ് ഫോർ എ സാമ്പിൾ ഓഫ് ബ്ലഡ് ടു കോയാഗുലേറ്റ് ഇൻ വിട്രോ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. അതായത് ബ്ലഡ് കോയാഗുലേറ്റ് ചെയ്യാനുള്ള ടൈം നോക്കുന്നതാണ്. കോയാഗുലേറ്റ് മീൻസ് ക്ലോട്ട് ചെയ്യാനുള്ള ടൈം അനലൈസ് ചെയ്യാൻ. ചില കണ്ടീഷൻസിൽ നമ്മൾ എത്ര ഹീമോഫീലിയ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കണ്ടീഷൻസിൽ ചില മെഡിസിൻസിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല. അപ്പം നോർമലിന്ന് എത്ര കഴിഞ്ഞിട്ടാണ് അത് ക്ലോട്ട് ചെയ്യുന്നത്, അത് ടെസ്റ്റ് ചെയ്യാനാണ് ക്ലോട്ടിംഗ് ടൈം നോക്കുന്നത്. നോർമൽ ക്ലോട്ടിംഗ് ടൈം 8 to 15 minutes ആണ്. So clotting time is the time required for a sample of blood to coagulate in vitro. In vitro means under laboratory condition ആണ് in vitro എന്ന് പറയുന്നത്, under standard condition. Normal clotting time is 8 to 15 minutes ആണ്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബ്ലീഡിംഗ് ടൈം എന്ന് പറഞ്ഞാൽ. ബ്ലീഡിംഗ് ടൈം ഇസ് എ മെഡിക്കൽ ടെസ്റ്റ് ഡൺ ഓൺ സംവൺ ടു ആക്സസ് ദ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് മേക്കിംഗ്, നമുക്കറിയാം പ്ലേറ്റ്ലെറ്റ്സ് ആണ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റ്സിലുള്ള ഫാക്ടേഴ്സ് ആണ് ത്രോംബോപ്ലാസ്റ്റിൻ, അതിലുള്ള എൻസൈം, അതിലുള്ള ഫാക്ടേഴ്സ് നമ്മൾ കുറെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പറഞ്ഞു. അപ്പം ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എ മെഡിക്കൽ ടെസ്റ്റ് ഡൺ ഓൺ സംവൺ ടു ആക്സസ് ദ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് മേക്കിംഗ് എ പേഷ്യന്റ് ബ്ലീഡ്, ദെൻ ടൈമിംഗ് ഹൗ ലോങ് ഇറ്റ് ടേക്സ് ദം ഫോർ ടു സ്റ്റോപ്പ് ബ്ലീഡിങ്. അതായത് നമുക്ക് നേരത്തെ ഇതിനകത്ത് നമ്മൾ എത്ര ക്ലോട്ട് ചെയ്യുന്ന ടൈം പറഞ്ഞു, 8 to 15 minutes ആണ് ക്ലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നമ്മൾ ബ്ലീഡിങ്, ദ നോർമൽ ബ്ലീഡിങ് ടൈം 2 to 7 ആണ്. അതായത് ഒരു വൂണ്ട് ഉണ്ടായി 2 മുതൽ 7 മിനിറ്റ് വരെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലി നമുക്ക് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ബ്ലീഡിങ് ടൈം എന്തെങ്കിലും കാരണം കൊണ്ട് ക്ലോട്ടിങ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ക്ലോട്ട് ആകത്തില്ല. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാനാണ് ഈ ബ്ലീഡിംഗ് ടൈം നോക്കുന്നത്. നോർമൽ ബ്ലീഡിംഗ് ടൈം ഇസ് ബിറ്റ്വീൻ 2 to 7 minutes. ഇത് കഴിയുമ്പോഴേക്കും 2-3-4 minutes ഒക്കെ കഴിയുമ്പോൾ തന്നെ ക്ലോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും, ക്ലോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി അടുത്തത് നമുക്ക് എ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. എ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് CBC എന്ന് പറയും. നമുക്ക് CBC കോമൺ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു അസുഖത്തിന് പനിയൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടീഷൻസിന് ഇടയ്ക്ക് നമ്മൾ ഡോക്ടേഴ്സ് CBC എഴുതും. CBC എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. അത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. RBC, നമ്മുടെ RBC, WBCയിലുള്ള ഓരോ ടൈപ്സ്, ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, എല്ലാത്തിൻ്റെയും ലെവല്, നോർമൽ റേഞ്ച് എല്ലാം എഴുതിയിട്ടുണ്ടാവും.
പിന്നെ എന്താണ് പ്ലേറ്റ്ലെറ്റ്സ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് CBC എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്ലഡ് ടെസ്റ്റ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് യുവർ ഓവറോൾ ഹെൽത്ത് ആൻഡ് ഡിറ്റക്ട് എ വൈഡ് റേഞ്ച് ഓഫ് ഡിസോർഡേഴ്സ് ഇൻക്ലൂഡിങ് അനീമിയ, ഇൻഫെക്ഷൻസ്, ലുക്കീമിയ. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഈ നോർമൽ WBCയുടെ ഒക്കെ റേഞ്ചിൽ നിന്ന് കൂടുതൽ കുറയുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞു. അപ്പൊ അതെല്ലാം ഈ ബ്ലഡ് സെൽഫ് അനലൈസ് ചെയ്തിട്ടാണ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അതിന് പറയുന്നത് CBC. ഇനി നോക്കാം, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് മെഷേഴ്സ് സെവറൽ കമ്പണൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ യുവർ ബ്ലഡ്. ഈ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് മെഷേഴ്സ് സെവറൽ കമ്പണൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ യുവർ ബ്ലഡ്. ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ ആണ് ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ്. ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് എന്താണ്? ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ഇസ് എ ലാബ് ടെസ്റ്റ് യൂസ്ഡ് ടു ചെക്ക് സ്റ്റൂൾ സാമ്പിൾസ് ഫോർ ഹിഡൻ ബ്ലഡ്. ചില കേസിൽ, അതായത് ചില ടൈപ്പ് ഓഫ് ക്യാൻസർ, കോളൻ ക്യാൻസർ പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റമക്ക് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസേഴ്സിന് ബ്ലഡിൽ സ്റ്റൂളിൽ ബ്ലഡി സ്റ്റെയിൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ചെയ്യുന്നതാണ് ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദ ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ഇസ് എ ലാബ് ടെസ്റ്റ് യൂസ്ഡ് ടു ചെക്ക് സ്റ്റൂൾ സാമ്പിൾസ് ഫോർ ഹിഡൻ ഒക്കൾട്ട് അല്ലെങ്കിൽ ബ്ലഡ്. അപ്പൊ അത് ഫീക്കസിന് ടെസ്റ്റ് ചെയ്യാൻ, ബ്ലഡിന്റെ സ്റ്റെയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇമ്മ്യൂണോ ആസേ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്. എന്താണ് ഇമ്മ്യൂണോ ആസേ? ദേ ആർ യൂസ്ഡ് ടു ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് ആൻ ആന്റിബോഡി ഇൻ എ ബ്ലഡ് ഓർ ഫ്ലൂയിഡ് സാമ്പിൾ. ദ ടെസ്റ്റ് കണ്ടെയ്ൻസ് സ്പെസിഫിക് ആന്റിജൻ ആസ് എ പാർട്ട് ഓഫ് ഡിറ്റക്ഷൻ സിസ്റ്റം. അതായത് ഇത് ആന്റിബോഡി ഉപയോഗിച്ചും ചെയ്യും, ആന്റിജൻ ഉപയോഗിച്ചും ചെയ്യും. ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു കേസിൽ ഞാൻ ചിക്കൻ പോക്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ചിക്കൻ പോക്സ് നമുക്ക് ഒരു തവണ വന്നാൽ പിന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന ആന്റിബോഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു ഇമ്മ്യൂണോ ആസേ വഴി നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, ആന്റിജൻ ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ആന്റിജനും ആന്റിബോഡിയും എന്ന് പറഞ്ഞ ലോക്ക് ആൻഡ് കീ പോലെയാണ്, അത് വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ അത് നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതിന്റെ ആന്റിബോഡി ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇങ്ങനെയാണ് ഇമ്മ്യൂണോ ആസേ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്. ഇമ്മ്യൂണോ ആസേസ് ആർ യൂസ്ഡ് ടു ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് ആൻ ആന്റിബോഡി ഇൻ എ ബ്ലഡ് ഓർ ഫ്ലൂയിഡ് സാമ്പിൾ. The test contains a specific antigen as part of the detection system. അത് എങ്ങനെയാ നോക്കുക, അത് ഫൈനലൈസ് ചെയ്യുന്നത്. If the antibody being tested for is the presence in the sample, it will react with or bind the antigen in the test system. രണ്ടും കൂടെ ബൈൻഡ് ചെയ്യും and then we will detected as positive. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഇതിന്റെ ആന്റിബോഡീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആന്റിജൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇമ്മ്യൂണോ ആസേ എന്ന് പറയുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടന്റ് പ്രൊസീജിയേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെയും പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ.